ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. വാക്സ് ഒന്നും ചെയ്യുന്ന പോലെ ഒന്നും അല്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ വണ്ടി ഇങ്ങനെ ഒരു പൊടിയും പറ്റാതെ നമ്മൾ വെക്കണം. നമ്മൾ ഈ തുണി 4 മടക്കി എടുക്കുക. തറഞ്ഞു കിടക്കുവാണ്. ഒരു ഭാഗത്തുണ്ടോ ഈ ഒരു മീറ്റർ ആണ് സെറാമിക് കോട്ടിങ് ചെയ്ത് കാണിക്കണം. ആച്ചലൊക്കെ ഇന്ന് തൂത്ത് നോക്കല്ല. സെറാമിക് കോട്ടിങ് പിടിക്കാനുള്ള ഒരു ടൈമാണ് ഈ ആ ഒരു ചേമ്പൽ ചേടുന്ന എഫക്ട് കിട്ടും. ഹലോ ഗൈസ്, മോട്ടോ ചാൻസിന്റെ മറ്റൊരു കിടിലം വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ബൈക്ക് സെറാമിക് കോട്ടിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി പോസ്റ്റും കാര്യങ്ങളുണ്ട് സെറാമിക് കോട്ടിങ് ചെയ്യുന്നതൊക്കെ, കാറും ബൈക്കും ഒക്കെ. അപ്പോൾ കാറൊക്കെ ചെയ്യണ ഒരു 15,000 റേറ്റിലേക്ക് മേളിലാണ് കാറിന് റേറ്റ് വരുന്നത്. പിന്നെ ബൈക്കൊക്കെ ചെയ്യണ ഒരു 5,000 മേളിലേക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അയ്യോ, അപ്പൊ നിങ്ങളോർക്കും 15,000 അല്ലെങ്കിൽ 5,000 എന്നൊക്കെ പറഞ്ഞാൽ വണ്ടി പെയിന്റ് അടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ ഇല്ലെന്ന് ഓർക്കും. പക്ഷേ ഈ ഒരു സെറാമിക് കോട്ടിങ് ചെയ്യുന്നതുകൊണ്ട് വളരെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പെയിന്റ് പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ ഗുണങ്ങൾ എന്നാ ജസ്റ്റ് എന്ന് പറഞ്ഞു, ഇതൊക്കെ ഒരു 3 ലെയർ കോട്ടിങ് വരുന്നുണ്ട്. വണ്ടിക്ക് ഒരിക്കലും ഫീഡ് ആവത്തില്ല. പിന്നെ വണ്ടി ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ചെളിയൊന്നും പിടിച്ചിരിക്കത്തൊന്നുമില്ല. പിന്നെ ഇത് ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ചേമ്പലയിൽ വെള്ളം ചാടുന്ന ഒരു എഫക്ട് വണ്ടിയിൽ എപ്പോഴും കിട്ടും. പിന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞാൽ 3 to 5 കൊല്ലം വരെ ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കമ്പനി തരുന്നുണ്ട്. പിന്നെ 6 മാസം കൂടുമ്പോൾ പിന്നെ ഒരു പീരിയോഡിക് സർവീസും തരുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉള്ളൂ. വണ്ടി എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും വണ്ടി. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഈ ഒരു ഡ്യൂക്കാണ് നമ്മൾ സെറാമിക് കോട്ടിങ് ചെയ്യാൻ പോണേ. അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങി നടക്കുന്ന ഇടയ്ക്ക് ഒരു പ്രൊഡക്റ്റ് ഞങ്ങളുടെ മുമ്പ് വന്ന് ചാടിയായിരുന്നു. അതായത് സൂപ്പർ സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു സാധനം. ഇതുണ്ടല്ലേ ഈ ഒരു സാധനം, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഐറ്റം. അപ്പം ഈ ഒരു സാധനം ഞങ്ങൾ ഓർഡർ ചെയ്ത് ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്ത് നോക്കാൻ പോണേ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പ്രൊഡക്റ്റ് ചെയ്തേക്കണൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇന്നാണ് നമ്മുടെ കൈ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്തേക്കാന്ന് ഓർത്ത് ഇന്ന് തന്നെ. അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ ഫുള്ള് കാര്യങ്ങളെല്ലാം ഇന്നൊരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടിരുന്ന് കാണണം. ഈ ഒരു കിടിലം പെട്ടിക്കകത്ത് എന്തൊക്കെ ഇതിനകത്ത് വന്നേക്കണം എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു ചുവപ്പും കറുപ്പും കൂടിയൊക്കെ ഒരു പെട്ടിയാണ്. ഇപ്പം മേളിൽ തന്നെ നോക്കിയാൽ എന്താണത്. ഇതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന്, ഈ പ്രൊഡക്റ്റ് എങ്ങനെ വണ്ടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടാണ് ചെയ്യാവുള്ളൂ. പിന്നെ ഇവരൊരു കാർഡ് ഉണ്ടല്ലോ, സൂപ്പർ സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡാണ്, ജസ്റ്റ് വിസിറ്റിംഗ് കാർഡ്. ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാഗ്രാം അവരെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബഫ് ചെയ്യാനുള്ള ഒരു ക്ലോത്തും കാര്യങ്ങളും ഒരു ക്ലോത്ത് അല്ലടാ, നല്ലൊരു ക്ലോത്ത്, ഭയങ്കര സോഫ്റ്റ് അല്ലേ. വേറെ ലോഗോയും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് കിടലം ക്ലോത്താണ്. പിന്നെ നമുക്ക് ഈ ഒരു കണ്ണാടിയൊക്കെ നമ്മുടെ തുടയ്ക്കാനുള്ള 2 ക്ലോത്ത് ഉണ്ട്. ഈ ഒരു സാധനം വെച്ചാണ് നമ്മൾ ശരിക്കും ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യണേ. ഇപ്പോൾ 2 ക്ലോത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണം നമുക്കിത് മുറിച്ച് പകുതിയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ പിന്നെ ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള. അല്ലേ, ഇത് ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു കട്ടി കുറഞ്ഞൊരു ഭാഗമുണ്ട്. ഇവിടെ സ്പോഞ്ച് ശരിക്കും വരുന്നത് കട്ടിയുള്ള ഭാഗമാണ് ഇവിടെ. ഓക്കെ, പിന്നെ ദോ ഇരിക്കണം നമ്മുടെ തീപ്പൊരി ഐറ്റം. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതിന്റെ പേരെന്ന് വെച്ചാൽ സൂപ്പർ സെറാമിക് കോട്ടിംഗ്. ഓക്കെ, ഇത്ര ഉള്ളൂ. ഇതാണ് ശരിക്കും ഈ വണ്ടിക്ക് നമ്മൾ ചെയ്യാനുള്ള സംഭവം. ഇതൊക്കെ ഈ ഒരു വണ്ടി ഫുള്ളും ചെയ്യാനുള്ള സംഭവം ഇതിനകത്തുണ്ട്. 2 വണ്ടി ചെയ്യാനുള്ള സംഭവം ഉണ്ട് ഇതിനകത്ത് എന്തായാലും. അല്ലേ, 2 ബൈക്ക് വേണം ചെയ്യാം. നിങ്ങൾ കാർ ആണെങ്കിൽ കുറച്ച് ഓർമ്മയോട് മേടിക്കേണ്ടി വരുമായിരിക്കും. അതായത് കാറിന്റെ വലിപ്പം അനുസരിച്ചൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഇനി അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയൊന്നും കാണിച്ചു കൊടുത്തേക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഇരിക്കുന്ന ഒരു ഡ്യൂക്ക് 200 ആണ് നമ്മൾ ഇന്ന് സെറാമിക് കോട്ടിംഗ് ചെയ്യാൻ പോണേ. ഇതിന്റെ എവിടേക്കാണ് നമ്മൾ ചെയ്യാൻ പോണേ? നമ്മൾ ഈ ടാങ്കിന്റെ ഫുൾ ഭാഗം ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാക്കിൽ ഈ സൈഡ് ചെയ്യുന്നില്ല. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈബർ വരുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. ഈ ഒരു പെയിന്റ് വരുന്ന ഭാഗത്താണ് നമ്മൾ കൂടുതലായിട്ട് വണ്ടി ഇത് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് അല്ലേ, ഹെഡ്ലൈറ്റ് ഈ 2 ചെറിയ പീസ് മാത്രം. പിന്നെ വേണം നമുക്ക് ഇതിന്റെ കൂടെ ഈ ഒരു മീറ്ററിന്റെ ഡയലും നമ്മുടെ വാച്ചിന്റെ സ്ക്രീനും അങ്ങനെ ഫോണിന്റെ ഒക്കെ ബാക്ക് ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തേക്കാം. ഓക്കെ, സെറാമിക് നമുക്ക് ഫോണിൽ ചെയ്യാം, നമ്മുടെ വാച്ച് ചെയ്യാം, പിന്നെ ഷൂ വരെ നമുക്ക് അതന്നെ. ചിലരൊക്കെ ചെരുപ്പ് വരെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പരിപാടി തുടങ്ങിയാലോ. തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ ഈ സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്യണേ നമ്മൾ എന്തായാലും വണ്ടി ഫുള്ളായിട്ട് വാഷ് ചെയ്യണം. ഒരിക്കലും ഇതിനകത്തൊരു പൊടി പോലും ഇരിക്കരുത്. പൊടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു പെർഫെക്ഷൻ ഒന്നും വണ്ടി കിട്ടത്തില്ല. ഓക്കെ, അപ്പം അതായത് പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കണം. അതായത് ഒരിക്കലും ഒരു പൊടിയുള്ള, അതായത് അധികം പൊടിയുള്ള സ്ഥലങ്ങളൊന്നും വെച്ച് ചെയ്യരുത്. മാക്സിമം പോർച്ച് വയ്ക്കുക. ചെറിയ റൂമൊക്കെ വണ്ടി കയറ്റി വെക്കാൻ പറ്റുന്ന റൂമിലൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ. അതായത് ഒരു ഭാഗത്തുനിന്ന് പൊടിയൊന്നും അടിക്കരുത്. പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറ്റി പിടിച്ചിരിക്കുക. അതായത് പിന്നെ നിങ്ങൾ ചെറിയ കൊമളോളൊക്കെ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ലൊരു പൊടി വരാത്ത റൂമൊക്കെ വെച്ച് ചെയ്യുവാണ് ഏറ്റവും നല്ലത്. പിന്നെ അധികം കാറ്റൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ, അങ്ങനെയുള്ള ഏരിയ വെയിലടിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പരിപാടി അങ്ങ് തുടങ്ങിയേക്കാം. ആദ്യം തന്നെ ഈ ഒരു സ്പോഞ്ച് പിടിച്ചു, ഈ ഒരു സ്പോഞ്ചും ഒരു ക്ലോത്തും. അപ്പം വണ്ടി കഴുകേണ്ട എങ്ങനെയാണ്, അതായത് വ്യക്തമായിട്ട് വണ്ടി കഴുകേണ്ട എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഫുള്ളായിട്ട് വണ്ടി നോക്കി കഴുകിയതിന് ശേഷം മാത്രം ഇതുപോലത്തെ സെറാമിക് കോട്ടിങ്ങുകളും വാക്സും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ വണ്ടിയിൽ ഇതിൻ്റെ അകത്തൊരു വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല, നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചാണ് ഇപ്പോൾ. ഓക്കെ, നമ്മളിപ്പോൾ തുടച്ച് നന്നായിട്ട് ഉണങ്ങി വെച്ചേക്കോ അല്ലടാ. അപ്പോൾ ആദ്യം ഈ ഒരു ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ഈ ക്ലോത്ത് പതിയെ വെച്ചിട്ട് ഇതുണ്ടല്ലോ ഇങ്ങനെ അങ്ങ് മടക്കുവാണ്. മടക്കിയിട്ട് അടിയിൽ നിന്നാണ് പിടിക്കണേ. ഓക്കെ, ഉണ്ടല്ലേ പിടിച്ചു. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു സൂപ്പർ സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒഴിക്കാൻ പോണേ.
ഒരു 5-6 തുള്ളി ഒഴിച്ചാൽ മതി എന്നാണ് ഇവർ പറയണേ അല്ല. ഓക്കെ, മണം ഉണ്ടോ നോക്കട്ടെ, എങ്ങനെയുണ്ട്? മറ്റേ നമ്മുടെ തിന്നറൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ചെറിയ മണം. ഓക്കെ, ജസ്റ്റ് ഒരു 4-5 തുള്ളി ഈ ഒരു ഭാഗം നനയുന്ന രീതിയിൽ. ഓക്കെ, പോരാടാ. ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ശരിക്കും എല്ലായിടത്തും കണ്ടില്ല, പയ്യെ നനയുന്ന കണ്ടില്ലേ? ഓക്കെ, സെറ്റ് ചെയ്തോ. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയേക്കാം അല്ലേ? അപ്പോൾ ഇതൊന്നും എങ്ങനെയാണ് നമ്മൾ മെറ്റപ്പാട് അപ്ലൈ ചെയ്തിരുന്നു? ഒരിക്കലും റൗണ്ട് മോഷനിൽ ഒരിക്കലും ചെയ്യരുത്. ഇതൊന്നില്ലേ ഒരു സൈഡിലോട്ടോ അല്ലെങ്കിൽ മേളിൽ നിന്ന് താഴേക്കോ അങ്ങനെയൊക്കെയാണ് ചെയ്യാവുള്ളൂ. ഒരു ഏരിയ, ഒരു ലൈൻ കണ്ടുപിടുത്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ മുകളിലോട്ട് അതുപോലെ തന്നെ താഴത്തോട്ട് ഹോറിസോണ്ടലി അതുപോലെ തന്നെ വെർട്ടിക്കലി കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വിടണേ. ഒരു ഏരിയ അങ്ങ് കവർ ചെയ്ത് അങ്ങ് പോവാണ് അല്ലടാ, ഉണ്ടല്ലേ? ഓക്കെ, ഓക്കെ, കണ്ടല്ലോ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടില്ല, കണ്ടല്ലോ ഇവിടെ ചെറിയ ഭാഗത്തായിട്ട് വന്നിട്ടില്ല, കണ്ടോ? അപ്പം ഇങ്ങനെ ജസ്റ്റ് മുകളിലോട്ട് അതുപോലെ തന്നെ താഴത്തോട്ടും ഇങ്ങനെ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തീർത്താ മുകളിലോട്ട് ഇടാവുള്ളൂ. അപ്പോൾ എല്ലാ ബസ്സിനും ജസ്റ്റ് ഒന്ന് നോക്കണം, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു സെറാമിക്കിൻ്റെ സംഭവം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ജസ്റ്റ് 2 കൂടി കൊണ്ട് ഒഴിച്ചേക്കാല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ തുണി തൂക്കുന്ന തീരുന്ന അനുസരിച്ച് വീണ്ടും അപ്ലൈ നമുക്ക് തൂക്കുമ്പോൾ അറിയാൻ പറ്റും, ഇതിൻ്റെ അകത്ത് എവിടെ കുറഞ്ഞു പോയിക്കുമ്പോൾ നമുക്ക് സൈഡിലേക്ക് അറിയാൻ പറ്റും. വീണ്ടും 1-2 തുള്ളി ഇതുപോലെ കൊടുത്തോണ്ടിരിക്കും, ചാടുന്നില്ലോ. ഓക്കെ, അപ്പം നമുക്കിത് പെയിന്റിന്റെ മുകളിലോ സ്റ്റിക്കറിന്റെ മുകളിലോ ചില്ലിന്റെ മുകളിലോ കണ്ണാടിയിലോ എന്ത് സാധനത്തിലും മുകളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലടാ. ഓക്കെ, നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം ഒരു ഗ്ലേസിങ് വന്ന് തുടങ്ങിയിട്ടില്ലടാ. ഒരു ചെറിയൊരു ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ മാറ്റം അറിയാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ ലെയറുകൾ ആഡ് ചെയ്യുമ്പോഴാണ് ഒരു അടിപൊളി ഒരു തിളക്കം അങ്ങ് തന്നെ വണ്ടിക്ക്. ഓക്കെ, ഈ ഒരു സൈഡിലേക്ക് ചെയ്യാം. ഇത് ഫുള്ളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യുന്നവരെല്ലാവരും ഈ കടകളിൽ നമ്മൾ 10,000-12,000 കൊടുത്ത് ചെയ്യുന്നവർ ഫുള്ളും പെയിന്റ് കറക്ഷൻ തൊട്ട് എല്ലാം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യുള്ളൂ, എന്നാലേ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊന്നും പോകത്തില്ല. അപ്പോൾ നിങ്ങളതൊക്കെ അതിൻ്റെ മേളിൽ പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് നിങ്ങളുടെ വണ്ടിയുടെ ഓൾറെഡി ഉള്ള ആ പെയിന്റിന്റെ മേളിലോട്ട് 2-3 ലെയർ കോട്ടിങ് വരിക. ഓക്കെ, വീണ്ടും നമ്മൾ 1-2 തുള്ളി ഒഴിച്ചു കൊടുക്കുകയാണ് അത് തീരുന്നതനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇതെല്ലാ ഭാഗത്തും കൃത്യമായിട്ട് ഒരേപോലെ വന്നം. നമുക്കിതിപ്പോൾ വെയിലത്തൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ലൈറ്റ് ഉള്ള എടുത്ത് ഏരിയ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കുറച്ചുകൂടി കാണാൻ പറ്റും. ഈ സാധനം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പോലത്തെ സംഭവം നമുക്ക് കാണാൻ പറ്റും, എവിടെ എത്താത്ത എവിടെ കിട്ടാത്തതെന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാം, കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒന്നുകൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ഈ പറയണേ ഈ ഒരു സൂപ്പർ സെറാമിക് സംഭവങ്ങൾ വന്ന് ചാടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ അപ്പം തന്നെ അത് ജസ്റ്റ് ഒന്ന് തൂത്ത് കളഞ്ഞേക്കുക, ഇല്ലെങ്കിൽ അവിടെ മാത്രമായിട്ട് ജസ്റ്റ് കുറച്ച് കട്ടി കൂടിയായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇനി ഒന്ന് ചെയ്ത് നോക്കാം. ഈ സൈഡിലൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു വശം കൂടി ചെയ്തേക്കാം അല്ലേ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആദ്യത്തെ ഒരു തുണിയില്ലേ, ഈ ഒരു തുണി ഉപയോഗിച്ച് കഴിയുമ്പോൾ തീർന്നു കഴിയുമ്പോൾ, അതായത് ഈ ഒരു തുണി വെച്ച് ഫുള്ളങ്ങ് ചെയ്ത് തീർന്നു കഴിയുമ്പോൾ തന്നെ ഈ ഒരു തുണിയിൽ ഈ ഒരു സംഭവം വരില്ല, ഈ സെറാമിക് കോട്ടിങ്ങിൻ്റെ ഈ ഒരു ലിക്വിഡും കാര്യങ്ങളൊക്കെ അകത്ത് പറ്റി പിടിക്കും. അന്നേരം തുണിക്ക് ഒരു കട്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ആ തുണി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളൊന്ന് മാറ്റി നമുക്ക് രണ്ടാമതൊരു വേറെ ക്ലോത്തും കൂടെ തന്നിട്ടുണ്ട്, അത് മാറ്റി ഒന്ന് ഉപയോഗിച്ചാൽ മതി. അതായത് രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ, അതായത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വേറെ തുണി യൂസ് ചെയ്ത് ചെയ്യുക. ഇപ്പം നമ്മൾ ഫുൾ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂർ വണ്ടി ഇങ്ങനെ ഒരു പൊടിയും പറ്റാതെ നമ്മൾ വെക്കണം. ആ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം പൊടിയും കാര്യങ്ങളൊന്നും വണ്ടി വരാൻ പാടില്ല. ഓക്കെ, ഉണ്ടല്ലേ? ഇത് ചെയ്യുന്ന ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. നമ്മൾ വാക്സ് ഒന്നും ചെയ്യുന്ന പോലെ ഒന്നും അല്ല. അതായത് വാക്സ് ചെയ്യുന്ന നമ്മൾ റൗണ്ട് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് നേരെ വ്യത്യാസമാണ്. നമ്മൾ നേരെ താഴത്തോട്ട് അതിൽ തന്നെ സൈഡിലോട്ട് ഒഴുകി ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണത് ശരിക്കും. ഉണ്ടല്ലേ? എല്ലാ വശത്തും നോക്കി അറിയാൻ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തായിട്ട് എല്ലായിടത്തും തന്നെ ഈ ഒരു സെറാമിക് കോട്ടിങ്ങിൻ്റെ ലിക്വിഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ടാങ്കും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ ചെയ്തേക്കാം, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ബഫ് ചെയ്ത് കളയേണ്ടതുണ്ട്. ഓക്കെ,
ഒത്തിരി സമയം എടുക്കരുത്, ആകെ 2 മിനിറ്റ് കൂടി പോയി 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് പരിപാടി അങ്ങ് തീർത്തേക്കാം. അല്ലെങ്കിൽ ഈ ഒരു തുണി നമുക്ക് വീണ്ടും യൂസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ആണ് നമ്മൾ ഇത് ഒരു ഭാഗം കൂടി പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കണേ. ഓക്കെ, ഇത് ഫ്രണ്ടിലെ ചെറിയ 2 പീസുകളാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. കണ്ടില്ലേ, എല്ലായിടത്തും ഒരേപോലെ ആ ഒരു ലിക്വിഡ് വന്നിട്ടുണ്ട്. മുകളിൽ താഴേക്ക് ആ ഒരു മോഷനിൽ ഫുള്ള് തൂത്താൽ മതി. ഇവിടുന്ന് സൈഡ് വശത്തോടെ നമുക്ക് പിടിക്കാമല്ലോ. എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് വരുമല്ലോ. അതിൻ്റെ അകത്തൊരു സ്പോഞ്ചിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര സിമ്പിളല്ലടാ ചെയ്യാനായിട്ട്. ഭയങ്കര എളുപ്പമാണ്. അതായത് മറ്റേ നമ്മുടെ പോളിഷ് ഒന്നും ചെയ്യുന്നതിൻ്റെ പണി പോലും ഇല്ലല്ലോ ഇത് ചെയ്യാനായിട്ട്. ഇല്ല, അത്ര സമയം പോലും എടുക്കില്ല ചെയ്ത് തീർക്കാൻ. പക്ഷേ ഇത് കുറച്ചൊരു ശ്രദ്ധിക്കണ്ടേ, നന്നായിട്ട് നോക്കി ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. പൊടിയോ അങ്ങനെയൊക്കെ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ദിവസം ചെയ്തു നന്നായിട്ട് സാവകാശം ചെയ്താൽ മതി അല്ലടാ. സമയം എടുത്ത് ചെയ്താൽ മതി, പയ്യെ ചെയ്താൽ മതി. ആരും ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ട. അപ്പോൾ നന്നായിട്ട് വണ്ടി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇതുപോലത്തെ ആ റിസൾട്ട് കിട്ടുള്ളൂ. ചുമ്മാ നമുക്ക് തൂത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ, ഒരു 2-3 ലെയർ കൂടുതലൊന്നും അപ്ലൈ ചെയ്യേണ്ടെന്നാണ് ഇവർ പറയണത്. നിങ്ങൾക്ക് അന്നേരം തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഓരോ ലെയർ കഴിയുമ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഓക്കെ, പോരടാ. ഓക്കെ, ഈ അടപ്പം നടച്ചെടുത്തേരെ കേട്ടോ. അപ്പോൾ നമ്മൾ ടാങ്കും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ലേ ഇപ്പോൾ സംഭവം. അപ്പോൾ ഇനി ഈ ഒരു ക്ലോത്തും കളഞ്ഞേക്കാല്ലേ. ഈ ഒരു ക്ലോത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇനി, കാരണം ഈ ഒരു ക്ലോത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കട്ടി പിടിക്കും ലിക്വിഡ് ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഒന്ന് കളഞ്ഞു മാറ്റി വെച്ചേരെ. കളഞ്ഞ അവിടെ വെച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മൃദുലമായ ആ ഒരു തുണി, ഈ ഒരു തുണി വെച്ച് നമ്മൾ ഇനി ബഫിങ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ തുണി 4 മടക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതോടെ ഇത് ഫുള്ളൊന്ന് തൂത്തെടുക്കുക. ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളത്തേലുള്ള ആ ഒരു ബാക്കി വന്നിരിക്കുന്ന ലിക്വിഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തൂത്ത് കളയോ അല്ലടാ. ഒത്തിരി പൊങ്ങിയിരിക്കണം. ഇത് ഇവിടെ നോക്ക്, ഇവിടെ കണ്ടറിയാം. ഇങ്ങോട്ട് കാണിച്ചാ ഈ ഒരു ഭാഗത്ത് കണ്ടോ? കണ്ടു. അതൊക്കെ നമ്മൾ തൂത്തെടുക്കും ഇതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ് ഇത്തരം തന്നെ എക്സസ് ആയിട്ട് കൂടുതലായിട്ട് തന്നെ എല്ലാം ലിക്വിഡ് എല്ലാം നമ്മൾ തൂത്ത് കളയുവാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് നമ്മൾ മറ്റേ സെറാമിക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ബഫിങ് ചെയ്യണം അല്ലടാ. അധികം സമയമൊന്നും വെയിറ്റ് ചെയ്യും. ഒത്തിരി സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിക്വിഡിലേക്ക് പറ്റി പിടിക്കില്ലേ. ഓക്കെ, കണ്ടില്ല, ആ ഒരു കൂടുതലായിട്ട് എത്തേക്കുന്ന വന്ന ഫുള്ള് സാധനങ്ങൾ നമ്മളങ്ങ് തൂത്തെടുക്കുവാണ് ഈ ഒരു തുണി വെച്ച്. ഓക്കെ, അപ്പം വളരെ സിമ്പിൾ അല്ലടാ, നമുക്ക് വീട്ടിൽ തന്നെ ഒക്കെ ചെയ്യുന്നല്ലേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ബോക്സിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിനെല്ലാം പക്കയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഈ സംഭവം ഹോം ഡെലിവറി ആണ്. നമുക്ക് ഓർഡർ ചെയ്ത് അപ്പം തന്നെ പിറ്റേ ദിവസം 2 ദിവസത്തിനുള്ളിൽ സാധനം നമ്മുടെ വീട്ടിൽ സാധനം എത്തിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഫുള്ളായിട്ട് ആദ്യത്തെ ലെയർ അപ്ലൈ ചെയ്തിട്ടില്ലേ? നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ ഫുള്ളും തീർന്നിട്ടുണ്ട്. നമ്മളൊരു പൊടി പറ്റാതെ എവിടെയെങ്കിലും കയറ്റി വണ്ടി സൈഡിൽ നിന്ന് വയ്ക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ വലിയ വിഷയങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ വണ്ടി സൈഡിലൊക്കെ ഇവിടെ ആണെങ്കിൽ പൊടി അധികം അടിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പൊടി അടിക്കാൻ നിങ്ങളൊന്ന് ഒരു സൈഡിൽ കയറ്റി ജസ്റ്റ് ഒന്ന് ഒരു തുണി വെച്ച് മൂട്ടിയിട്ടാൽ വേണ്ട, തുണി വെച്ച് മൂട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടി അടിക്കാതെ രീതിയിൽ ഒന്ന് വെക്കുക. എന്നിട്ട് 2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ലെയർ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ ലെയർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയർ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ സൂപ്പർ സെറാമിക് കോട്ടിങ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറായല്ലടാ. 2 മണിക്കൂർ മേളിലായിട്ടുണ്ട്. ഓക്കെ, നീ വ്യത്യാസം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. അത്യാവശ്യം നല്ല മാറ്റമുണ്ട്. കാരണം ഇവിടെയൊക്കെ വെച്ച് ഫീഡായിട്ടിരുന്നാണ്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വേറെ കോട്ടിങ് വന്നുകൊണ്ട് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. കണ്ടില്ല, ആ ഇവിടെ ഈ ഒരു നല്ല രീതിക്ക് ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ല ഉണ്ടല്ലേ. ഈ രണ്ടിലെ ഭാഗം കാണിച്ചിരിക്കണം. ഓക്കെ, കണ്ടില്ലേ, നല്ല രീതിക്ക് തിളക്കി ഇപ്പം തന്നെ വന്നിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ രണ്ടാമത്തെ കോട്ടിങ് ഒന്നുകൂടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 2 ലെയർ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ, 2 ലെയർ സെറാമിക് കോട്ടിങ് ചെയ്യുന്നുള്ളൂ. നമുക്ക് 3 വേണേൽ ചെയ്യാമെന്നാണ്. ഇഷ്ടമുണ്ടെങ്കിൽ 3 ചെയ്ത്. ഇപ്പോൾ വണ്ടിക്ക് അത്ര ഫീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 2 കോട്ടിങ് ചെയ്ത്. ഓക്കെ, വണ്ടി ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ലെയറും കൂടെയാണ് ചെയ്യുന്നുള്ളൂ. ഒരു ലെയറും കൂടെ ചെയ്തിട്ട് ഈ ഒരു പരിപാടി നിർത്താൻ പോകണം. അപ്പോൾ ആദ്യത്തെ ഒരു സെയിം സ്റ്റെപ്പ് നമ്മൾ വീണ്ടും ഒന്നുകൂടി ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ഒരു സെയിം രീതി. ആദ്യം നമ്മൾ എടുത്ത ഈ ക്ലോത്തിൻ്റെ ഈ ഒരു ഭാഗത്ത്
സെറാമിക് വന്ന് വീണിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് പഴയ ക്ലോത്ത് ഉണ്ടോ അവിടെ? ഉണ്ടോ? ഭയങ്കര കട്ട് ചെയ്യും ഇവിടെ. ഇത് കണ്ടില്ലേ, ഒരു കോട്ടിങ് ഈ ഒരു ഏരിയയിൽ കോട്ടിങ് ഒന്ന് കട്ട് ചെയ്ത് പോയിട്ട് കണ്ടോ, തറഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ ലെയർ കോട്ടിങ് അടിക്കുമ്പോഴും വേറെ വേറെ ക്ലോത്തുകൾ എടുക്കുവാണ്. പഴയ പോലെ തന്നെ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്യുവാണ്. അപ്പം ഇവർ ശരിക്കും ഈ ഒരു സൂപ്പർ സെറാമിക് കോട്ടിങ് ഇവർ ഈ ഒരു കമ്പനി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 3 ലെയർ വരെ മാക്സിമം ചെയ്താൽ മതി. അത് മുകളിലോട്ട് ചെയ്യാൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം 3 ലെയർ തന്നെ നല്ലൊരു സൊല്യൂഷൻ, വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് 3 ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ 4ാമത് ഇവർ സെറാമിക് അടുത്ത ലെയർ അടിക്കാൻ പറയുന്നില്ല. ഒരു 3 ലെയറിങ് വരെ ചെയ്താൽ മതി. അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ അറിയുള്ളൂ. ഇതിപ്പോൾ 2ാമത്തെ കോട്ടിങ് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേനാണ് നല്ല മാറ്റം നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് കാണുന്ന അവരൊക്കെ മറ്റേ ഒത്തിരി ലൈറ്റുള്ള ഗ്യാരേജിലൊക്കെ വെച്ചാലാണ് ചെയ്യണേ. അപ്പം വണ്ടിക്ക് ഭയങ്കര തിളക്കാണ്. ആ ഒരു അതിന് ആ ഒരു ലൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഒരു തിളക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു വണ്ടി ഇപ്പൊ ചെയ്തതിന് ശേഷം അതുപോലെ സ്ഥലത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി തിളങ്ങും. അത് തന്നെ. ഓക്കെ, സോ നമ്മൾ അടുത്തായിട്ട് ഈ ഒരു മീറ്ററാണ് സെറാമിക് കോട്ടിങ് ചെയ്ത് കാണിക്കണേ. ഓക്കെ, സെയിം സ്റ്റെപ്പ് തന്നെ. ആ ഒരു മീറ്റർ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ സെറാമിക് കോട്ടിങ് ജസ്റ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഒരു 2ാമത്തെ ലെയർ 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ ഇതുപോലെ ബഫ് ചെയ്ത് കളയണം. ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് പഴയ സ്റ്റെപ്പ് തന്നെ നമ്മൾ വീണ്ടും തൂത്ത് കളയണം. എന്നിട്ട് വീണ്ടും നമ്മളൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നാലാണ് ഈ ഒരു സംഭവം ശരിക്കും ഇതിലേക്ക് പിടിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ വണ്ടിയുടെ ഒരു പരിപാടി ഫുള്ളായിട്ട് ചെയ്ത് തീർന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇനി കുറച്ച് വാച്ചിലൊക്കെ ഒന്ന് തൂത്ത് നോക്കല്ല, ഇച്ചിരി സെറാമിക് കോട്ടിങ് വാച്ചിലൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വേറെ 1-2 മെറ്റീരിയലൊക്കെ. ഓക്കെ, ഇതുപോലെ തൂത്തിട്ട് ആ ഒരു തുണി വെച്ചിട്ട് തൂത്ത് കളഞ്ഞാൽ മതി. ശരിക്കും നമുക്ക് വേറെ ഫോണിൻ്റെ ബാക്കിലങ്ങ് തൂക്കത്തില്ല. ഫോണിൻ്റെ ബാക്കിൽ തൂക്കാം. പിന്നെ സ്ക്രീൻ ഒട്ടിക്കാത്ത സ്ക്രീൻ എന്ത് സാധനങ്ങളും തൂക്കാം. സ്ക്രാച്ച് വരെ നമ്മൾ ഒട്ടിക്കണല്ലോ, അത് കുറച്ചുകൂടി വെള്ളത്തിൽ നിന്ന് കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യും ഈ സാധനം അല്ലേ. ഓക്കെ ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് പക്കയായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ 2 കോട്ട് സെറാമിക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സെറാമിക് ചെയ്ത് 2ാമത്തെ കോട്ടും കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തരാം. ഓക്കെ, കാണിച്ചു തരാം. ഓക്കെ, അത്യാവശ്യം നല്ല കിടിലനായല്ലോ. ആ ഒരു ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ട് കയറി വന്നിട്ടുണ്ട് വണ്ടിയിൽ. കാണിച്ചു കൊടുക്കാം. ചെറിയ വേണ്ടല്ലോ, വെട്ടി തിളങ്ങല്ലോ, കിടിലനല്ല. ഒരു എക്സ്ട്രാ ഒരു ലെയർ വന്നിട്ടുണ്ട് ശരിക്കും. ആ ഒരു സ്ക്രാച്ചും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല വണ്ടിയിൽ. എല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല രീതിക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും ഈ ഒരു ഇതിന്. അതായത് വെള്ളത്തിൽ നിന്നും വെയിൽ, വെള്ളം, അങ്ങനെ ചെളി, ഇനിയൊക്കെ ഒരു വെള്ളം ചാടിക്കഴിഞ്ഞാൽ ആ ഒരു ചേമ്പൽ ചാടുന്ന എഫക്റ്റ് കിട്ടും. ഇപ്പോൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാവുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് മെഷീൻ വാഷോ അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഫോം വാഷോ അല്ലെങ്കിൽ നമ്മളൊരു ഷാമ്പൂ ഇട്ടൊന്നും കഴുകുകയും ചെയ്യരുത് വണ്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറാമിക് കോട്ടിങ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ മെയിൻ്റെനൻസ് പറഞ്ഞ ഒരു 48 മണിക്കൂർ തന്നെ വണ്ടി പുറത്തുനിന്ന് ഇറക്കരുത്. കാരണം ഇതിൻ്റെ മഴയോ അല്ലെങ്കിൽ ചെറിയ മഴത്തുള്ളി കാര്യങ്ങളൊന്നും വണ്ടി ചാടാൻ പാടില്ല. ഈ 48 മണിക്കൂർ എന്ന് പറയാൻ കാരണം ഈ ഒരു പെയിന്റിലേക്ക് ഈ ഒരു സെറാമിക് കോട്ടിങ് പിടിക്കാനുള്ള ഒരു ടൈമാണ് ഈ 48 മണിക്കൂർ. അപ്പോൾ ഈ 2 ദിവസത്തേക്ക് നിങ്ങൾ വണ്ടി കാര്യങ്ങളൊന്നും പുറത്തിറക്കാണ്ടിരിക്കുക. പിന്നെ ഒരാഴ്ചത്തേക്ക് വണ്ടി സോപ്പിട്ട് കഴുകാണ്ടിരിക്കുക. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് മെഷീൻ വാഷും കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കി വെക്കുക. എന്നിട്ട് വണ്ടി പക്കയായിട്ട് കൈ കൊണ്ട് അങ്ങ് കഴുകുക. എങ്ങനെയാണ് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. എന്തെല്ലാം ചെക്ക് ചെയ്താൽ മതി. എടാ, പിന്നെ പ്രൈസ് എത്ര ജസ്റ്റ് എന്ന് പറഞ്ഞാൽ 1200 റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1200 രൂപ സാധനം വെച്ച് 2 ബൈക്ക് ഈസി ആയിട്ട് വണ്ടി ചെയ്യാൻ പറ്റും. കിറ്റുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് 2 മേടിക്കേണ്ടി വരും. അതായത് നേക്കഡ് ബൈക്ക് ആണെങ്കിൽ നമുക്ക് ഒരെണ്ണം മതി. 3 ലെയർ അങ്ങ് അടിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് 2 വണ്ടിയൊക്കെ ചെയ്യാനും പറ്റൂട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നലെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു തീപ്പൊരിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.